ഇടുക്കി മൂന്നാറിൽ അടിയന്തര ഘട്ടങ്ങളിൽ വാർത്താവിനിമയ സംവിധാനം ലഭ്യമാക്കാൻ സർക്കാർ വാങ്ങിയ ചലിക്കുന്ന BSNL മൊബൈൽ ടവറും ലോറിയും തുരുമ്പെടുത്ത് നശിക്കുന്നു. 5 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ്. 2026 ഓഗസ്റ്റ് 6-ന് നാടിനെ നടുക്കിയ പെട്ടിമുടി ദുരന്തമുണ്ടായി. വാർത്താവിനിമയ സംവിധാനങ്ങൾ അപര്യാപ്തമായതിനാൽ ദുരന്തത്തെക്കുറിച്ച് ലോകമറിയുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഈ അനുഭവത്തിൽ നിന്നാണ് സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ എന്ന ആശയമുണ്ടാകുന്നത്. സർക്കാർ പണം ചിലവഴിച്ച് ലോറിയിൽ BSNLന്റെ മൊബൈൽ ടവറും ജനറേറ്ററും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പെട്ടിമുടി ദുരന്തത്തിന് 1 മാസം പിന്നിടുന്നതിന് മുൻപേ ടവർ മൂന്നാറിലെത്തിച്ചു. ഇതാണ് ഇപ്പോൾ കാട് കയറിയും തുരുമ്പെടുത്തും നശിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ ഇന്ന് ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള സാധാരണക്കാരന് പ്രയോജനപ്രദമായിട്ടുള്ള മൊബൈൽ ടവറുകളെ സജ്ജരാക്കി വെക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമൂലം ആവശ്യപ്പെടാനുള്ളത്. ഒരിക്കൽ പോലും സഞ്ചരിക്കുന്ന മൊബൈൽ ടവറിന്റെ സാധ്യതകളെ അധികൃതർ ഉപയോഗിച്ചില്ല. ചിലവിട്ട തുക പാഴായിപ്പോയി. ദേവികുളത്തെ ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപമാണ് ലക്ഷങ്ങൾ ചിലവുള്ള മൊബൈൽ ടവർ തുരുമ്പെടുത്ത് കിടക്കുന്നത്. ടവറിന്റെ ഏതാണ്ട് എല്ലാ ഭാഗവും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നവീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുക എന്നത് ഇനി അസാധ്യമാണ്. മീഡിയ 1 ഇടുക്കി.